ഭാരത് ബെൻസിന്റെ 3523 മോഡൽ 12 വീലുകളുള്ള അത്യാവശ്യം വലിയൊരു വണ്ടി തന്നെയാണ്. ഇതിലാണ് നമ്മുടെ അർജുൻ കഴിഞ്ഞ 3 ദിവസമായി കുടുങ്ങിക്കിടക്കുന്നത്. അർജുന്റെ അതിജീവനത്തിനു വേണ്ടി, അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടി ഒരു നാട് മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ വാഹനത്തിനുള്ളിൽ അതിജീവനത്തിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? ഏതായാലും ഇതിന്റെ അധികൃതരൊക്കെ പറയുന്നത് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ്. ഏറ്റവും സേഫ്റ്റിയുള്ള വാഹനങ്ങളിൽ ഒന്നാണ് ഭാരത് ബെൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് കാണാം 12 വീലുകളുള്ള അത്യാവശ്യം വലിയൊരു വാഹനം തന്നെയാണ്, ലോറി തന്നെയാണ്, ട്രക്ക് തന്നെയാണ് ഈ കാണുന്നത്. 12 വീലുകളുണ്ട്. ഇതിന്റെ ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 350 മുകളിൽ ലിറ്റർ ഇതിന്റെ കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയുന്നു. ഇതിന്റെ ഭാരം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ബോഡി ഇല്ലാത്ത വണ്ടിയാണല്ലോ, ഈ ബോഡി ഇല്ലാത്ത ഈ വണ്ടിക്ക് തന്നെ ഏകദേശം 7 ടണ്ണോളം ഭാരം വരുമെന്നാണ് പറയുന്നത്. ഈ ബോഡിയൊക്കെ കെട്ടി വരുമ്പോഴേക്കും അതൊരു 8 ടൺ 8.5 ടൺ ഒക്കെ വരും. അപ്പോൾ അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഏകദേശം 30 ടണ്ണിന് മുകളിൽ തടികൾ ആ വണ്ടിയിൽ, അർജുന്റെ വാഹനത്തിൽ അത്രയും ടൺ ഭാരമുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിലൊന്നും ഒരു മണ്ണ് ഇങ്ങനെ ഒഴുകി വന്ന് വളരെ പെട്ടെന്നൊന്നും ഇതിനെ തള്ളി നീക്കുക അതത്ര സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഏതായാലും പുഴയിലേക്ക് ഇല്ല എന്ന് സ്കൂബ ഡൈവിംഗ് കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പുഴയിലേക്ക് വീഴാനുള്ള സാധ്യതകളൊക്കെ വളരെ സാധ്യത കുറവ് തന്നെയാണ്. പിന്നെ ഇതിന് വലിയ കല്ലുകളോ മറ്റോ വന്ന് വീണ് വല്ല അപകടവും പറ്റുമോ എന്നുള്ളതാണ്. ഇതിനിപ്പോൾ ഈ വാഹനത്തിന്റെ സൈഡിൽ നിന്ന്, വശങ്ങളിൽ നിന്ന് വന്ന് വലിയ ശക്തമായൊരു കല്ലോ മറ്റോ വന്ന് ഇടിക്കുകയാണെന്ന് കരുതുക. ഏകദേശം 1.7 ടൺ ഭാരം വരുന്ന ഒരു വലിയ കല്ല് വന്ന് ഇതിനകത്ത് അടിച്ചാൽ പോലും ഇതിന്റെ ബോഡി അത് താങ്ങുമെന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ മുകളിൽ നിന്ന് ഇതിപ്പം ഈ മണ്ണിങ്ങനെ വലിയ ഉയരത്തിൽ നിന്നാണ് ഇടിഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് ഒരു വലിയ കല്ല് വന്ന് വീഴുകയാണ് എന്ന് കരുതുക. അങ്ങനെ വന്ന് കരുതി ഇതിന്റെ ബോഡി ഏറ്റവും ടോപ്പിലുള്ളത്, അതായത് അതൊരു 7 ടൺ ഭാരമുള്ള ഒരു കല്ല് വന്ന് വീണാൽ പോലും അത് താങ്ങും, ഇതിനൊന്നും സംഭവിക്കില്ല. ഇതിന്റെ സൈഡിൽ നിന്ന് ഇതിങ്ങനെ അമർന്നു പോകില്ല, താണു പോകില്ല, അത്രയും സേഫ്റ്റി ഉണ്ട് എന്നാണ് ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത്. അപ്പോൾ ഭാരത് ബെൻസ് അങ്ങനെ സാധാരണ രീതിയിൽ ഉള്ളതുപോലെയല്ല, കൃത്യമായി അതിന്റെ ടെസ്റ്റുകളൊക്കെ നടത്തി വന്ന ഒരു വാഹനമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിന്റെ അകത്ത് എങ്ങനെയാണ്, ഇതിന്റെ അകത്തുള്ള സംവിധാനങ്ങൾ കൂടി, കാരണം അവിടെയാണല്ലോ നമ്മുടെ അർജുൻ ഇപ്പോൾ ഉള്ളത്, അർജുന്റെ സാഹചര്യമാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഏതായാലും ഇതിന്റെ അകത്തൊന്ന് കയറി നോക്കാം. അകത്തും അത്യാവശ്യം നല്ല വലിപ്പവും സൗകര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഇതിന്റെ ഉൾവശം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഭാരത് ബെൻസ്. ഇപ്പോൾ അർജുൻ അവിടെ ഉണ്ട്. അപ്പോൾ അർജുൻ ഈ വാഹനത്തിന്റെ ഉൾവശത്താണ് ഉള്ളത്. ഇത്രയും സൗകര്യമുണ്ട്. അത്യാവശ്യം ഒരാൾക്ക് ഇവിടെ പുറകുവശത്ത് ഒരാൾക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ 2 പേർക്ക് ഇവിടെ ഇരിക്കാം, വേണമെങ്കിൽ ഇവിടെ ഒരാൾക്ക് കിടക്കാം അല്ലെ, ആ രീതിയിലാണ് ഇതിന്റെ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം 7 ടൺ ഇതാണ് പറയുന്നത്. ഈ സോഫ്റ്റ്നെസ് നോക്കണ്ട, ഇതിന്റെ മുകൾ വശത്താണ് ഇതിന്റെ ഏറ്റവും കട്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു 7 ടൺ ഭാരം വന്ന് അടിക്കുകയാണ് എന്ന് കരുതുക, ഒന്നും സംഭവിക്കില്ല. ഇതിന്റെ ഈ ടെസ്റ്റുകൾ ഇതുവരെ 12 വർഷമായി, ഭാരത് ബെൻസിന്റെ ഒരു ചരിത്രം തുടങ്ങിയിട്ട് 12 വർഷമായി. ഇപ്പൊ ഈ 12 വർഷത്തിനിടയിലുണ്ടായ അപകടങ്ങളിൽ ആകെ 2 പേർ മാത്രമാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം ഇതിന് സെക്യൂരിറ്റി ഉണ്ട്, സുരക്ഷയുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ AC, അതുപോലെ GPS, അത്തരം കാര്യങ്ങൾ കൂടിയാണ് നമുക്കിനി നോക്കേണ്ടത്. അതിന്റെ ഒരു കാര്യങ്ങൾ, നമുക്ക് അതിജീവനത്തിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ AC പ്രവർത്തനം ഒക്കെ അറിയണം, GPS-ന്റെ പ്രവർത്തനം. അപ്പോൾ ഇതിന്റെ AC-യുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണോ, എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് നമുക്ക് AC ഓണായി കിടക്കുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി AC ആണ്. ഇപ്പോൾ വണ്ടി ഓഫായാൽ നമുക്ക് AC ഓഫാവും. AC ഓഫായാലും ഈ പറയുന്ന ബ്ലോവർ അതിനകത്ത് വർക്കിംഗ് ആയിരിക്കും. എയർ സർക്കുലേഷൻ ഉള്ളിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് AC ഓൺ ആണെങ്കിൽ നമുക്കൊരു 2 ദിവസം 3 ദിവസമൊക്കെ ഇതിനകത്ത് നിൽക്കാം. ബ്ലോവർ ഉള്ളത് കൊണ്ട് നമുക്ക് നിൽക്കാം. പക്ഷെ ബ്ലോവർ പുറത്തുനിന്ന് എയർ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വണ്ടി ഓഫ് ആകാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ ഫ്യൂവൽ മാത്രം പോരാ, അതുപോലെ തന്നെ എയർ ഫിൽറ്ററിൽ കൂടി എയർ കയറി വന്ന് എഞ്ചിനിലേക്ക് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ എയറും കൂടി മിക്സ് ആയിരിക്കണം. അപ്പോൾ ആ ആണെങ്കിൽ മാത്രമാണ് വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ അതും നമുക്ക് ഈ മണ്ണ് വീണിട്ട് ഓഫായി പോകാനുള്ള സാധ്യത, അതിനും നമുക്ക് എന്താ പറയുക, സാധ്യതകളുണ്ട്. ഓഫായി പോകാനുള്ള റീസൺ ഈ മണ്ണ് വീണത് കൊണ്ടും ഒരുപക്ഷെ നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇതിന്റെ പുറകുവശത്തൊന്നും ഇരിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പുറകുവശത്ത് ഇരുന്ന് നമുക്കിത് വ്യക്തമായി അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, വലിപ്പമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ശ്വാസം കിട്ടുകയാണ്, AC വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അർജുന്റെ കാര്യം പറയുകയാണെങ്കിൽ അർജുൻ ഇങ്ങനെ കാട്ടിലൊക്കെ പോയി തടിയെടുക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ
ഭക്ഷണം അത്യാവശ്യം സൂക്ഷിച്ച് വെക്കാറുണ്ട് എന്നാണ് ലോറി ഉടമ പറയുന്നത്, അർജുന്റെ വീട്ടുകാർ പറയുന്നതൊക്കെ. വാഹനത്തിൽ അത്യാവശ്യ സമയത്തൊക്കെ ഭക്ഷണം ഉണ്ടാവും, കാരണം ഈ കാട്ടിലൊക്കെ പോകുമ്പോൾ എന്തായാലും ഭക്ഷണം ലഭിക്കുക ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് ശേഖരിച്ച് വെക്കാറുണ്ട്. അങ്ങനെ ശേഖരിച്ച് വെച്ച ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, ഇവിടെ ഓക്സിജന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. AC വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസമോ 3 ദിവസമോ ഒന്നും ഒരു പ്രശ്നമല്ല, കാരണം അത്രത്തോളം ഡീസൽ ഇതിന്റെ കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന്റെ GPS-ന്റെ സംവിധാനങ്ങളിലൂടെ നമുക്ക് പോകണം. GPS-ന്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ്? GPS സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓഫ് ആയാലും GPS എവിടെ വരെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ വണ്ടി എവിടെ കിടക്കുന്നിടത്തോളം നമുക്കവിടെ GPS നോക്കുന്നതിൽ വലിയ ഓപ്ഷനൊന്നും കാണുന്നില്ല, കാരണം വണ്ടി എവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾമോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യും. ഈ GPS സിഗ്നൽ ലോസ്റ്റ് ആയി എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് എന്താണ്? ലോസ്റ്റ് ആയി വണ്ടി ഓഫ് ആവുമ്പോൾ ലോസ്റ്റ് ആവും, പക്ഷെ നമുക്ക് എവിടം വരെയുള്ള പോയിന്റ് ഉണ്ട് എന്നുള്ളത് നമ്മളുടെ സിസ്റ്റം വഴി നമുക്ക് അറിയാൻ പറ്റും. ഇന്ന സ്ഥലത്ത് വണ്ടി ഇന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് ഓഫ് അയക്കണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പം അർജുന്റെ കേസിലാണെങ്കിൽ GPS ഓൺ ആയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വണ്ടി ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നീട് വീണ്ടും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആളതിനകത്തുണ്ട്, സേഫാണ്, ഓക്സിജന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നല്ലേ ഇത് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാധ്യതയുണ്ട്, കാരണം വണ്ടിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടിയെങ്കിലും എയർ കയറാനുള്ള സാധ്യതകളും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലാണ് വണ്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ അധികം ഡാമേജ് ഒന്നും ക്യാബിനിൽ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എയർ കയറിയിട്ടില്ലെങ്കിലാണ് ബുദ്ധിമുട്ടുണ്ടാവുക, അത് ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കും. തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ ഏതായാലും ഇതിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് ഇതിപ്പോൾ അത്യാവശ്യം നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരു 7 ടൺ ഭാരം വന്ന് പതിച്ചാലും ഇതിനങ്ങനെ പെട്ടെന്നൊന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അതെ, സംഭവിക്കില്ല എന്നുള്ളത്. അതുപോലെ തന്നെ സൈഡ് വശങ്ങളിലും. അതാണ് ഈ ഭാരത് ബെൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൃത്യമായ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി വന്ന ഒരു വാഹനമാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് അർജുന്റെ അതിജീവനം അത് സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഇനി മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാലാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ആ ഒരു പ്രതീക്ഷയോടെ നമുക്ക് അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കാം.